SDPI ഒരു ബന്ധവുമില്ലെന്നാണ് CPM ജനറൽ സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് UDF ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് CPM സെക്രട്ടറി അല്ലേ പറഞ്ഞത്? പിണറായി വിജയൻ പറഞ്ഞില്ലല്ലോ. ആ CPM സെക്രട്ടറിക്ക് വല്ല കാര്യമുണ്ടോ? MA ബേബിയോട് പറയേണ്ടത്, MA ബേബിയോട് ആ 24ാം പാർട്ടി കോൺഗ്രസ്സിലൊരു ഖണ്ഡിയുണ്ട്. പിണറായി വിജയൻ അത് വായിച്ചിട്ടില്ലാന്ന് എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടുണ്ട്. CPMൻ്റെ പാർട്ടി കോൺഗ്രസ്സിലെ 24ാം പാർട്ടി കോൺഗ്രസ്സിലെ ഖണ്ഡിയ. അതിലവർ പറഞ്ഞിരിക്കുന്നത് തീവ്രവാദ സംഘടനയാണ് SDPI എന്ന്. പിണറായി വിജയൻ വായിച്ചിട്ടില്ലെങ്കിൽ MA ബേബി അതിൻ്റെ ഒരു കോപ്പി എടുത്ത് അയച്ച് പിണറായി വിജയന് കൊടുക്കുക. പാർട്ടി കോൺഗ്രസ് എന്തുട്ട് പാർട്ടി കോൺഗ്രസ് പിണറായി വിജയന്? MA ബേബി ഏത് പോളിറ്റ് ബ്യൂറോ? അദ്ദേഹം തീരുമാനം എടുക്കും. അതങ്ങ് പാർട്ടിയിലെ വിദൂഷകന്മാരെല്ലാവരും ചേർന്ന് അത് നടപ്പാക്കും. അങ്ങനത്തെ പാർട്ടിയാണ്. പാർട്ടി കോൺഗ്രസ്സിൽ ഒന്ന് എഴുതി വെച്ചിട്ട് SDPI എന്താ ME എന്താ പറഞ്ഞത്? SDPI പുറത്തു നിന്ന് പിന്തുണച്ച് ഞങ്ങൾ എന്ത് പറയുന്നത് ചോദിച്ചത് അല്ലേ ചോദിച്ചത്? അത് തന്നെയല്ലേ മുഖ്യമന്ത്രിയും ചോദിച്ചത്. അവർ പുറത്തു നിന്ന് പിന്തുണച്ചാൽ എന്ത് ചെയ്യുമെന്ന്. പാർട്ടി കോൺഗ്രസ്സിൽ ഇത് എഴുതി വെച്ചേക്കുക. വലിയ ചർച്ച. എന്താണ് പാർട്ടി കോൺഗ്രസ്? പാർട്ടി കോൺഗ്രസ്സിലെ ചർച്ചയൊക്കെ എന്ത് സംഭവമാണ്. അത് എഴുതി വെച്ചാൽ പറഞ്ഞു. എൻ്റെ അടുത്തുണ്ട് കോപ്പി പാർട്ടി കോൺഗ്രസിൻ്റെ. നിയമത്തെ വോട്ട് നൽകാമെന്ന് പറഞ്ഞവരുടെ വായ പൊട്ടില്ലെന്നും കൂടി പറഞ്ഞു. അത് തന്നെ പറഞ്ഞത്, പച്ചയ്ക്ക് പറയാണ്. എന്നിട്ട് 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പം 4 വോട്ടിന് വേണ്ടി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്ത്. അദ്ദേഹം തന്നെ SDPI ആയിട്ട് ബന്ധമാവാം, PDP ആയിട്ട് ബന്ധമാവാം, RSS ആയിട്ട് ബന്ധമാവാം, എല്ലാ ബന്ധമാവാം. മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ. ഇതിനൊക്കെ വ്യാഖ്യാനങ്ങളാണല്ലോ, വ്യാഖ്യാനം. എന്തായാലും അവരുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് ക്ലിയർ ആണല്ലോ. ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ പറയണ്ടേ? ഞങ്ങൾ പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് ചേർന്നു. ഇത് 3 മുന്നണികളും ഈ ആക്ഷേപം നേരിടുന്നു. ഞങ്ങളൊന്നും നേരിടുന്നില്ല. ഞാനൊരു കാര്യം പറയാം. വളരെ മുനാഫിക് എന്ന് പറഞ്ഞാൽ ആരാ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ല. ഈ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഇത് ചെയ്തത് CPM ആണ്. കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയത് CPM ആണെന്ന് അവസരം പുറത്തു വന്നല്ലോ, കേസെടുത്തല്ലോ. കാഫിർ സ്ക്രീൻഷോട്ട് ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത് CPM ആണ്, വർഗീയത. ഇപ്പോൾ ആ പെൺകുട്ടിക്കെതിരായിട്ട് അല്ലേ, ഫാത്തിമയ്ക്കെതിരായിട്ട് അവിടെ ഉണ്ടാക്കിയത് CPM ആണ്. ഈ കാസർഗോഡത്തെ CPM സ്ഥാനാർത്ഥിയാണ് ഈ മുനാഫിക് പ്രയോഗം നടത്തിയത്. CPM ആണ് വർഗീയ കാർഡ് വെച്ച് കളിക്കുന്നത്. അവർ വർഗീയ കാർഡ് വെച്ച് കളിക്കുകയാണ് അവർ, വർഗീയ കാർഡ്. BJP സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അധികാരത്തിലെത്തുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിനായിരിക്കും. 6 മന്ത്രിമാരൊക്കെ ഇപ്പം തന്നെ ഡീലായിട്ട്. അത് ഞങ്ങളുടെ മുന്നണിയിലെ കാര്യം അയാളാണ് തീരുമാനിക്കുന്നത്. അയാൾ ആരാണ് ഇത് തീരുമാനിക്കുക? അല്ലേ, BJP പ്രസിഡന്റ് എന്ത് കാര്യം? ഇന്നാൾ വരെ കച്ചവടം വരുന്നു. 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായത് ഏത് പാർട്ടിയിൽ നിന്നാണെന്ന് പോലും ഇയാൾക്ക് അറിയാൻ പാടില്ല. ഈ രാജീവ് ചന്ദ്രശേഖരൻ 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായി. അത് ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണ്? പല പാർട്ടിയിൽ നിന്നാണ്. ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണെന്ന് ഇയാൾക്ക് തന്നെ അറിയത്തില്ല. ബിസിനസ്സുകാരനാണ്. അതിൻ്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് ആകാശത്ത് നിന്ന് നൂലിൽ കേരളത്തിൽ കെട്ടിയിറക്കിയ ഒരാളെ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരണ്ട. ഞങ്ങളെ മനസ്സിലായ? അതൊന്നുമില്ല, അതൊക്കെ കൊടുക്കും. പക്ഷേ പൈസ നമ്മൾ ഉദ്ദേശിച്ചത്രയും പൈസ വന്നില്ല. ഞങ്ങളെ പൈസ വന്നത് അക്കൗണ്ടിലുണ്ട്. അത്ര പ്രതാപനായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു ആരോപണം അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. സർക്കാരിനൊപ്പം ആദ്യം ഒത്തുചേരാൻ പ്രതിപക്ഷം തീരുമാനിച്ചു. അതിനുശേഷം സർക്കാരിനോട് ഒരു അക്ഷരം പോലും പറയാതെ മുസ്ലിം ലീഗ് ആദ്യം പിന്നോട്ട് പോയി, അതിനുശേഷം കോൺഗ്രസ് പിന്നോട്ട് പോയി. അല്ല, അതെന്താണെന്നറിയാം, മുഖ്യമന്ത്രിയായിട്ടുള്ള മീറ്റിങ്ങിന് എന്നെയും പ്രതിപക്ഷ ഉപനേതാവിനെയും വിളിച്ചിരുന്നു. അപ്പോൾ അവ്യക്തത വന്നു. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ അവ്യക്തത വന്നപ്പോൾ ലീഗ് നേരെ പോയി സ്ഥലം മേടിക്കാൻ പോയി. ഞങ്ങൾ കുറച്ചുകൂടി കാത്തിരുന്നു, തരുമെന്നാണ് വിചാരിച്ചു. തന്നില്ല, പ്രത്യേക സ്ഥലം തന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം മേടിക്കാൻ പോയത്. അപ്പോൾ അറിഞ്ഞിട്ടാണല്ലോ പോയത് സ്ഥലം മേടിക്കാൻ. ഇല്ലെങ്കിൽ സർക്കാരുമായിട്ട് സഹകരിക്കുമെന്ന് എൻ്റെ എല്ലാ പ്രസ്താവനയും നിങ്ങൾ എടുത്തു നോക്കി. അത് അയാളുടെ ശീലമാണ്, അദ്ദേഹത്തിൻ്റെ ശീലമാണ്, മുഖ്യമന്ത്രിയുടെ ശീലമാണ്. ഞാൻ പറഞ്ഞുതരാം, വാങ്ങി പുട്ടടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ശീലമാണ്. രക്തസാക്ഷികളുടെ ഫണ്ട് വരെ തട്ടിച്ച് ശീലാക്കുന്നതാണ്. പിന്നെ ചെയ്യാത്ത പ്രവർത്തിക്ക് ഫണ്ട് വാങ്ങിച്ചിട്ട് മകളുടെ അക്കൗണ്ടിലേക്ക് ഇടിപ്പിക്കുന്നതൊക്കെ മുഖ്യമന്ത്രിയുടെ ശീലം. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, ഞാനതൊന്നും പറയാത്ത ആളാണ്. തെരഞ്ഞെടുപ്പ് അല്ലല്ല, ചെയ്യാത്ത ജോലിക്ക് മകളുടെ അക്കൗണ്ടിലേക്ക് പൈസ മേടിച്ച് പുട്ടടിച്ചത് മുഖ്യമന്ത്രിയാണ്. മനസ്സിലായേ? പുട്ടടിച്ചത് മുഖ്യമന്ത്രിയാണ്, മകളുടെ അക്കൗണ്ടിലേക്ക് പൈസ മേടിച്ച്. എന്നെ കൊണ്ട് പഴയ കഥയൊക്കെ എടുത്ത് പറയിപ്പിക്കില്ല. SNC ലാവ്ലിൻ കേസിൻ്റെ പൈസ വന്നത് എവിടെ പോയി? SNC ലാവ്ലിൻ കൊടുത്ത കാശ് എവിടെ പോയി? എവിടെ പോയത്? എവിടേക്കാണ് അടിച്ചു മാറ്റിയത്? അത് പുട്ടടിച്ചതാണ് പിണറായി വിജയൻ.
ആക്ഷേപം ഉയർന്നപ്പോൾ കൃത്യമായ കണക്ക് ബാങ്കിലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ബാങ്കിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നേക്കാന്ന്. എന്താ പ്രശ്നം? അതായത് കേട്ടോ, ഒരു ആപ്പ് വഴിയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ വന്നിരിക്കുന്നത്. ആ ബാങ്കിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എത്ര രൂപ വന്നു, എത്ര രൂപ പിൻവലിച്ചു. ഞാൻ പറഞ്ഞു ആകെ സുധാകരേട്ടുള്ളപ്പോൾ പിൻവലിച്ചത് ആപ്പിന് വേണ്ടിയിട്ട്, ഇപ്പൊ പിൻവലിച്ചത് സ്ഥലം മേടിക്കാൻ വേണ്ടി. ജോയിന്റ് അക്കൗണ്ട് അവര് വിട്ടോട്ടെ അതിനെന്താ, അവര് വിട്ടോട്ടെ. ഞങ്ങൾ യൂത്ത് കോൺഗ്രസിനെതിരെ ആക്ഷേപം വന്നു, അവർ പൈസ പിരിച്ച അവർ ഈ അക്കൗണ്ടിലേക്ക് തന്നല്ലോ, അതിന്റെ അക്കൗണ്ടിലുണ്ടല്ലോ അവർ തന്ന പൈസ പിരിച്ചത്. അല്ലല്ല, അത് നമുക്ക് നോക്കണം, അത് പരിശോധിക്കണം, അതിൻ്റെ അകത്ത് ഉണ്ടാവും കിട്ടിയിരിക്കുന്നത്. അത് പൊതുപ്രവർത്തകർ അത്തരം പ്രയോഗങ്ങൾ നടത്താൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ്. അല്ല കേൾക്ക്, അത് പറയാൻ പാടില്ല. പൊതുപ്രവർത്തകർ വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. തെരഞ്ഞെടുപ്പ് കാലത്താണ്, വൈകാരികമായി സംസാരിക്കരുത്. ഈ തമാശ പറയുമ്പോഴും തമാശയ്ക്കും പരിധി ഉണ്ടാകണം. അത് ആരെങ്കിലും ദ്രോഹിക്കുന്നതോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ചെയ്യരുത്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എനിക്ക് അതിനോട് യോജിപ്പില്ല. നമ്മളത് അല്ലല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനോട് യോജിപ്പില്ല. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഞങ്ങൾ അതിനൊന്നും ന്യായീകരിക്കില്ല. ഞങ്ങൾക്കൊക്കെ കൃത്യമായ നിലപാടുള്ള ആളുകളാണ്. CPM-ൻ്റെ പോലെ ഇതുപോലെ ഉരുണ്ടൊന്നും കളിക്കില്ല. കൃത്യമായ സ്റ്റാൻഡ്. ഇടുക്കി DCC പ്രസിഡന്റിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കണം, വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, തെറ്റാണ്. അല്ല, അത് കറക്റ്റ് ചെയ്യും, അത് പാർട്ടി പരിശോധിച്ച് കറക്റ്റ് ചെയ്യും.